मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കൊച്ചളിയ 100 വളരെ കൂടുതലാ. ബാക്കി നമുക്ക് നാളെ ചെയ്താലോ? നിങ്ങൾ എന്തുമാത്രം ഫിറ്റ് ആണ്. അതെ, ഞങ്ങൾ ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്നവരാ. വ്യായാമം ചെയ്യും, നല്ല ആഹാരം കഴിക്കും, സമയത്തിന് കിടന്ന് ഉറങ്ങും. എനിക്കും കൂടി ഫിറ്റ് ആവണം. വെരി ഗുഡ്. ഇന്ന് മുതൽ ഞങ്ങളോടൊപ്പം കൂടിക്കോ. ഞങ്ങൾ ചെയ്യുന്നത് കണ്ടുപഠിക്കേ. മനസ്സിലായോ? അല്ല, ഇവന്മാരുടെ കൂടെ ദിവസം ഇവള് കൂടുകയാണെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാ? ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്നെന്തായാലും ശരി, കാക്ക മലന്ന് പറക്കും. നീ ഒരു കഴുത തന്നെയാ. കാക്ക മലർന്നും പറക്കും, തിരിഞ്ഞും പറക്കും. നീ കണ്ടിട്ടില്ലാത്തോണ്ടാ. ഗുഡ് ജോക്ക്. നീ കാര്യം പറഞ്ഞേ. ഇന്നെന്താ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം? സംശയമുണ്ടോ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അത് വേണ്ട, അതിന്റെ ആവശ്യം നിനക്കെന്താ ഉള്ളത്? നീ ഇപ്പോൾ തന്നെ നല്ല ഫിറ്റ് ആണ്. അതെ അതെ, നിന്നെ പോലൊരു ഫയൽവാന് ഇതിന്റെ ആവശ്യമേ ഇല്ല. കിറ്റി, വന്നോട്ടേനെ. നിങ്ങൾക്കറിയില്ലേ, ഒരുമയോടെ ജീവിച്ച എന്നും സന്തോഷം ഉണ്ടാവും. അതിനെന്തായാലും നമ്മൾ തനിച്ചല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ 5 പേരുണ്ടല്ലോ. അത് വലിയ കാര്യം നോക്കണ്ട. നിങ്ങളോടൊപ്പം ഞാൻ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തന്നേക്ക്. അതെ, സണ്ണി പറഞ്ഞത് ശരിയാണ്. ശരിയാ, കിറ്റി പറഞ്ഞാ പിന്നെ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ബൈ. എടാ, നിന്റെയൊക്കെ ഫിറ്റ്നസിന്റെ കാര്യം ഞാൻ പൊളിച്ചടിക്കില്ലെങ്കിൽ എന്റെ പേര് സണ്ണി എന്നല്ല. രാവിലെ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഫ്രഷ് ആയിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ എല്ലാവരും കണ്ണടച്ചോണ്ട് ധ്യാനം ചെയ്യാൻ തുടങ്ങാം. എന്താ പറ്റിയത്? വാഷ്റൂം എവിടെയാ? ആരുടെയാ? ഞങ്ങളുടെയാണോ അതോ നിന്റെയാണോ? നിങ്ങളുടേതോ? അത് താഴെയാണ്. നിക്ക് സണ്ണി, ഞാനേ വരാം. ഹായ്, പെർഫ്യൂം. ഈ പെപ്പർ സ്പ്രേ ആരെവിടെ കൊണ്ടുവന്നത്? ഇതാരെങ്കിലും സ്പ്രേ ചെയ്ത് അവന്റെ പണി തീരും. ഇത് സണ്ണിയുടെ പണി തന്നെ. കിറ്റിയുടെ മുന്നിൽ നമ്മളെ കൊച്ചാക്കി അവൻ ആളാവാൻ നോക്കുക. അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. ഞാൻ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വന്നേക്കാം. വേഗം വാക്കിറ്റി, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാം. എടാ, വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ ചാമ്പ്യനാണ് ഞാൻ. കിറ്റിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിർത്ത, വെറുതെ സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തോ. ആരധികം വെയിറ്റ് പൊക്കുന്നുവോ അവർ കിറ്റിക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. എടാ, ഇതൊക്കെ ഒരു വെയിറ്റ് ആണോ? ഇനി വെയിറ്റ് കൂട്ട.
ഇനിയും വെയിറ്റ് കൂട്ടോ. കൊള്ളാം പണി, നീ എന്തുമാത്രം പവർഫുൾ ആയിരിക്കാണ്. എടാ, ഇനിയും വെയിറ്റ് കൂട്ടോ. ധർമാക്കോൽ കൊണ്ട് വെയിറ്റ് ഉണ്ടാക്കി എന്റെ ഐഡിയ അപാരം തന്നെ. സംശയമുണ്ടോ? വേഗം വാ, സണ്ണിയെ വിളിച്ചോണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇതാണ് സോർദാറിന്റെ ഡയറ്റ് ഫുഡ്. സലാഡും ഓറഞ്ച് ജ്യൂസും. എടാ, ജ്യൂസ് വേഗം കഴിക്കേ. സോർദാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. തീർച്ചയായും. ബണ്ണി എന്റെ ഓറഞ്ച് ജ്യൂസ് കഴിക്കും, ഞാൻ ബണ്ണിയുടേത് കഴിക്കും. അങ്ങനെ സൗഹൃദം വളരും. അതെ, അതാണ് സൗഹൃദം. ഹണിയുടെ എന്റെ സൗഹൃദം ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? എന്താളിയാ, നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മപ്പെടുത്തി തരാം. കിറ്റി, ഞങ്ങൾ 5 പേര് ജ്യൂസ് കഴിക്കാൻ പോയി. എന്റെ ജ്യൂസ് കൂട്ടുകാരന് കൊടുത്തു, കൂട്ടുകാരന്റെ ജ്യൂസ് ഹണിക്ക് കൊടുത്തു, ഹണി മറ്റൊരു കൂട്ടുകാരന്, ആ കൂട്ടുകാരൻ എനിക്ക് തന്നു. അപ്പൊ ഞാൻ മറ്റൊരു കൂട്ടുകാരന് കൊടുത്തു. എന്നിട്ട് ആ ജ്യൂസ് അവൻ വേറൊരു കൂട്ടുകാരന് കൊടുത്തു. എന്നിട്ട് ആ ജ്യൂസ് മറ്റൊരു കൂട്ടുകാരന് കൊടുത്തു. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ആ ജ്യൂസ് കഴിച്ചു. വരൂ വരൂ, ഇപ്പൊ നമുക്കും ജ്യൂസ് കഴിക്കാം. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കുടിക്ക്. ആ, എന്റെ അമ്മച്ചി. ആ, ഓ, എന്റെ അമ്മച്ചി. ഒരുപാട് കഴിച്ചോണ്ടാ. സണ്ണി എങ്ങോട്ടാ പോയത്? എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കും. സംശയമുണ്ടോ? കിറ്റി, വൈകിട്ട് നമുക്ക് സൈക്ലിങ്ങിന് പോവാം. അത് ശരി, എന്റെ സൈക്കിളിന്റെ ബ്രേക്ക് നീ അഴിച്ചു വിടുകയാണോ? ശരി, എന്നാ ഇതിനുള്ള പണി ഞാൻ തന്നേക്കാം. നമ്മൾ എത്രയ്ക്ക് സൈക്ലിംഗ് ചെയ്യുന്നു അത്രയ്ക്ക് കാലറി ബേൺ ആകും, അല്ലേ ബനി? അതെ. സ്റ്റാർട്ട് ചെയ്താലോ? നിൽക്ക്, സൗഹൃദം പുതുക്കാം. രാവിലെ നമ്മൾ ജ്യൂസ് മാറ്റി മാറ്റി കഴിച്ചു, ഇപ്പോ സൈക്കിൾ മാറ്റി ചവിട്ടാം. അതെന്താ? ഞാൻ എപ്പോഴും എന്റെ സൈക്കിൾ മാത്രമേ ചവിട്ടുകയുള്ളൂ. ഓഹോ, ഇത് വലിയ റേസ് ഒന്നും അല്ലല്ലോ. ആ, സൗഹൃദം പുതുക്കാം. സംശയമുണ്ടോ? ആ. ഈ സൈക്കിൾ എന്താ ചവിട്ടിട്ട് നീങ്ങാത്തെ? നീ എന്തിനാ എന്റെ സൈക്കിൾ കയറിയിരിക്കുന്നേ? നിന്റെ സൈക്കിൾ എടുക്കേ. സണ്ണി ഇത്ര വേഗത്തില് സൈക്കിൾ ഓടിക്കുന്നത്? വാ, നമുക്ക് അവന്റെ ഒപ്പം പോകാം. മാറി നിൽക്ക, മാറി നിൽക്ക.
അതെ പറയൂ സണ്ണി, എന്താ സംഭവിച്ചത്? അതാ സൈക്കിൾ. എന്താ സൈക്കിളിന് എന്ത് പറ്റി? സൈക്കിളിന് എന്ത് പറ്റിയെന്ന് വെച്ചാ ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യം നീ പറയുന്നോ അതോ ഞാൻ പറയട്ടെ? പിന്നെ കിറ്റി, എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ. എനിക്ക് ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ഇനി വേണ്ട. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തേക്ക്. എന്താ ഇത്? ഇവൻ തന്നെ നമ്മുടെ കൂടെ കൂടാന്ന് പറഞ്ഞു, ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവാ. ഇവൻ എന്താ സംഭവിച്ചത്? യാഹൂ, യേ.